ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കയ്പ്പക്ക വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കയ്പ്പക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള കയ്പ്പക്കായാണ്. അതിൽ 2 ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ആയാലും നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇത് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് പരമാവധി നൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഈ കയ്പ്പക്കായ വറവിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഇപ്പം നമുക്ക് ചോറിന് വേറെ കറിയൊന്നുമില്ല. അതുപോലെ ചില ദിവസങ്ങളിൽ നമുക്ക് വയ്യാത്ത ദിവസങ്ങളിലൊക്കെ കറികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ആകെ വയ്യാണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒരു കയ്പ്പക്കായൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. അടിപൊളിയാണ്. ചോറ് നമ്മളിങ്ങനെ കഴിക്കുന്നത് അറിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കയ്പ്പക്കായ ഇതുപോലെ നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഈ കയ്പ്പക്കായ അരിഞ്ഞെടുക്കുമ്പോൾ കുരു കളയണമെന്നില്ല കേട്ടോ, ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കുരു ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അപ്പോൾ അത് ചോറ് കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ കയ്പ്പക്ക കഷ്ണങ്ങൾ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല കനമുള്ള കയ്പ്പക്ക കഷ്ണങ്ങൾ വറുത്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുക എപ്പോഴും നൈസായിട്ട് അരിഞ്ഞെടുക്കില്ലേ, ആ കയ്പ്പക്ക കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കയ്പ്പയ്ക്കും അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക എല്ലാതും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ശക്തിയിൽ മിക്സ് ചെയ്യരുത്, അപ്പോൾ കയ്പ്പക്ക കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ ഉലർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒറ്റ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ കയ്പ്പക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കയ്പ്പക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള കയ്പ്പക്ക കഷ്ണങ്ങൾ 2 സൈഡും മുരിഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ നല്ല പോലെ മുരിഞ്ഞ് വരും, കരിഞ്ഞു പോരുത്. കളർ ഇതുപോലെ ആയിരിക്കും, എന്നാലും മുരിഞ്ഞ് വന്നിട്ടുണ്ടാകും. ആ ടൈമിൽ എടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കയ്പ്പക്ക കൂടിയും ഇതുപോലെ വറുത്തെടുക്കുക. കയ്പ്പക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറവാണ്. സാധാരണ കയ്പ്പക്ക എന്ന് പറയുമ്പോഴേ ഒട്ടുമിക്ക പേർക്കും താല്പര്യം ഉണ്ടാവില്ല, അത് വളരെയധികം കയ്പ്പാന്ന് പറഞ്ഞ പേരിൽ. പക്ഷേ കയ്പ്പയ്ക്കൊക്കെ ഇടയ്ക്ക് കഴിക്കണം കേട്ടോ. ഈ ഒരു വറവൊക്കെ കഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ കയ്പ്പ് ഉള്ള പോലെ നമുക്ക് തോന്നുകയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നോക്കാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി വെക്കുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.